രമേശേ, 2 ആഴ്ചക്ക് ജിന്റെ അടുത്ത് പൈസ വാങ്ങി പോയതാ. ഇന്നൊക്കെ 3 മാസം. എവിടെ പൈസ എടുക്ക? ആ, ഇപ്പൊ എങ്ങനെ എന്റെ അടുത്ത് പൈസ ഉണ്ടായത്? ആ, വെറുതെ ഗിരിന്റെ കയ്യിന് പണി ഉണ്ടാക്കരുത്. ആ, ശരി എന്നാ. കൂട്ടിയേ, ഈ വല്ലാത്ത കില്ലാടിയാണല്ലടാ. ഈ ഓന്റെ അടുത്ത് പൈസ വാങ്ങിക്കഴിഞ്ഞില്ലേ? ഈ സൽഗുബായിക്ക് കുറച്ച് പൈസ ഇവിടുന്ന് കിട്ടാണ്ടടാ. കുറച്ച് ആൾക്കാരുടെ അടുത്ത് കിട്ടാണ്ട് നമ്മള് വാങ്ങിത്തരാലോ. നമ്മളെ ആ അസർപ്പിന്റെ അടുത്ത് ആദ്യം വാങ്ങിത്തരാം. ഏത് അസർപ്പ്? എടാ, സ്ഥലക്കച്ചവടത്തിന് പോണ ചങ്ങയില്ല, ഉയരം കറഞ്ഞ ഓന്റെ അടുത്ത് 1.5 ലക്ഷം കിട്ടാണ്ട്. ഒന്നെ കാണുമ്പോ അങ്ങനെ ഒഴിഞ്ഞ് കളിക്ക. അത് ഈ വാങ്ങി തന്നാൽ എന്റെ കുട്ടീനെ വേണ്ട മാതിരി കണ്ടു. വേണ്ട മാതിരി അത് കാണടാ, ഞാനല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ നാളെ തന്നെ നമുക്ക് പൈസ വാങ്ങി തരാം. പിന്നെന്താ? പോയി കാണാം. പിന്നെ ഈ വിട്ടോ. ഞാൻ അപ്പൊ വരാം. ഇപ്പൊ കായ് വാങ്ങിട്ട് തരാം. കണ്ടില്ലേ എന്റെ കുട്ടിയാ പൈസ ഇട്ട് എനിക്ക് പൈസ തരാനുള്ള എല്ലാരോടും കൂടിയാ പറയണേ. എന്നോട് കൂടിയാ. പൈസ മേടിച്ചാ പോരാ, തരാൻ പഠിക്കണം. തന്നില്ലെങ്കിലേ ഓ പെരേൽക്കായിട്ട് വരും. എന്താണ് കുട്ടി ഓൻ വായിക്കോളേ. അതല്ലേ ഈ ഇവിടുന്ന് കുറച്ചപ്പുറത്തേ അത് പോയാൽ മതി. ആയിക്കോട്ടെ. അസർബേ, ഞാൻ വരുന്ന വഴിക്കേ ആ സൽഗുനെ കണ്ടിരുന്നു. അയാൾക്ക് പൈസ കൊടുക്കാണ്ടച്ച്. അന്ന് ആ കൊറോണ ടൈമിൽ ബിസിനസ് ഒക്കെ വളരെ ഡെല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഒരു 1.5 ലക്ഷം റുപ്യ മേടിച്ചാണ്. ഇതുവരെ ഇപ്പൊ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളത് വാങ്ങിത്തരാൻ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ്. എന്റെ അടുത്ത് അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? നാളെ പൈസ ജിന്റെ അടുത്ത് തരാന്ന് പറഞ്ഞളാ. അത് അയാൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞളാ. ആ മൊയന്തിന് എങ്ങനെയെങ്കിലും ഞമ്മക്ക് പറ്റിച്ചിട്ടേ ഒരു 10-20,000 ഞമ്മക്ക് കിട്ടേ. അത് ഞമ്മക്ക് ഷെയർ ചെയ്യാം. ഏറ്റു. അപ്പൊ വിളിച്ച് ഇപ്പൊ തന്നെ വിളി. 10 റുപ്യ കിട്ടണാണ്. നല്ലോണ്ട് ഇളക്കിക്കൂട്ടി. പിന്നെ ഈ ചില്ലറ തരാണ്ടിട്ടാ. ഞാൻ മറന്നിട്ടൊന്നല്ല, മോരും വെള്ളം കുടിച്ച് തീർക്കും ഞാൻ. ഇതൊന്നും എടുത്താട്ടോ. ഹലോ സൽഗുബായേ, നിങ്ങൾ എന്ത് പരിപാടിയാ ചെയ്തത്? ഞാൻ ആ തരാല പൈസന്റെ കാര്യങ്ങൾ നിങ്ങള് ആ ഗിരിബായിനോട് പറഞ്ഞില്ലേ? എന്തൊക്കെ പുകില നാട്ടിൽ വന്നിട്ട് അയാള് ചെയ്തിക്കണത്. വന്നില്ലേ? ഓൻ വരടാ, എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ, ഇപ്പൊ എനക്ക് ഇളക്കണ്ടെന്നോ? ഞാൻ നാളെ എന്ത് കാട്ടിയാലും വേണ്ടില്ല, ഞാനേ ഗിരിനെ ഏൽപ്പിക്കാതെ കാശ്. കേട്ടില്ലേ? പൊന്നാര മോനെ, അത് മതി. വാ, ഗിരിന്റെ കൈ കൊടുത്താ മതി. ഓന അത്രയും വിശ്വാസാടാ. ഇത് കൊടുത്താ മതിട്ടാ. മോയന്തകൾ എങ്ങനെ പറ്റിച്ചാൻ പറ്റൂ പോരെ? ഇപ്പൊ നാളെ നമ്മളെ ഈ പൈസ അടിപൊളിയാക്കും. ഓക്കെ, ഫോണില് വിളിച്ചത് എടാ, ഈ അവിടെ എത്തിയ വിവരക്ക് കിട്ടിട്ടോ. ഗിരി ഇടപെട്ടാ നടക്കുന്ന അറിയില്ലേ? പിന്നല്ലാതെ. അതെ, ഇതൊക്കെയാ ഈ തൽക്കാലത്ത് കയ്യിലൊക്കെ ഇത് സൽഗുബായിന്റെ ഒരു സന്തോഷത്തിന് എണ്ണൊന്നും നോക്കില്ലേ വെച്ചോ. നാളെ വേണം. അതൊക്കെ കിട്ടടോ. അനക്ക് എന്റെ സാധനം ഞാൻ കൃത്യമായിട്ട് തരും. ഗിരിന്റെ കയ്യിന് പണി ഉണ്ടാക്കരുത്. അന്ന് ഞാൻ അങ്ങോട്ട് മേടിച്ചില്ലടാ. അതെ, കുട്ടി അറ്റാറ പൈസ ഇവിടെ എത്തി. സൽഗുബായിരോടാ കളി. സൽഗുബായി എത്ര കളി കണ്ടതാ.